മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണ് നമ്മൾ നോക്കുന്നത്. 1961-66 കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി നിലവിൽ വരുന്നത്. ഇന്ദിരാഗാന്ധി അധ്യക്ഷയായ ആദ്യ പഞ്ചവത്സര പദ്ധതിയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. സമ്പദ് വ്യവസ്ഥയുടെ ഘടനയുടെ സ്വയം പര്യാപ്തത ആയിരുന്നു ഇതിൻ്റെ പ്രധാന ലക്ഷ്യം. സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത. ഇനി ഈ പദ്ധതിയെ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും അറിയപ്പെടുന്നുണ്ട്. ഈ പദ്ധതിയെ ജോൺ സാൻഡി ആൻഡ് ചക്രവർത്തി മോഡൽ എന്നും അറിയപ്പെടുന്നു. പക്ഷേ ഈ പദ്ധതിക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും ഉണ്ടായി. കൂടാതെ ഈ പദ്ധതിക്കാലത്ത് കടുത്ത വരൾച്ചയും ഉണ്ടായത് കാരണം ലക്ഷ്യം വച്ചിരുന്ന 5.6% പകരം നമുക്ക് ലഭിച്ചത് വെറും 2.8% വളർച്ചാ നിരക്കായിരുന്നു. അന്നത്തെ പദ്ധതിക്കാലത്ത് നിശ്ചയിച്ചിരുന്ന വളർച്ചാ നിരക്ക് 5.6 ആണെങ്കിലും കിട്ടിയത് 2.8% എങ്കിലും ഈ പദ്ധതികാലത്ത് കുറച്ച് പദ്ധതികളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഹരിത വിപ്ലവത്തിന് തുടക്കം കുറിച്ചത് മൂന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി 1961 NCERT സ്ഥാപിതമായത്. 1961 NCERT സ്ഥാപിതമായത്. 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നത്. 1964 ജൂലൈ 14 കോത്താരി കമ്മീഷൻ നിലവിൽ വന്നു. 1965 നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡ് നിലവിൽ വന്നത്. 1965 വേറൊരു സംഭവം കൂടെ ഉണ്ട്, ഇന്ത്യ പാക് യുദ്ധം കേട്ടോ. ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നത് 1965. അതേ വർഷം തന്നെയാണ് നാഷണൽ ഡയറി ഡെവലപ്മെൻറ്റ് ബോർഡും നിലവിൽ വന്നത്. 1966 ജനുവരി 10 താഷ്കൻ കരാർ ഒപ്പുവെച്ചത്. യുദ്ധം അവസാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പാകിസ്ഥാനുമായി വെച്ച കരാറാണ് താഷ്കൻ കരാർ. അത് ഒപ്പുവെച്ചത് 1966 ജനുവരി 10. 1966 ജനുവരി 10. ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ഇന്ത്യയിൽ ആദ്യമായി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 1962 ഒക്ടോബർ 26 ഒക്ടോബർ 26. 1962 ഇന്ത്യ ചൈന വാർ ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ടാണ് 1962 ഒക്ടോബർ 26 അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അപ്പോൾ പ്ലാൻ ഹോളിഡേ തേർഡ് പഞ്ചവത്സര പദ്ധതിയെ തുടർന്നാണ് ഉണ്ടായത്. 1966 മുതൽ 1969 വരെയാണ് ഇത് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയാണ് ഇന്ദിരാഗാന്ധി. പ്ലാൻ ഹോളിഡേ 1966 മുതൽ 1969 വരെയാണ് ഇത് പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധിയാണ്.